തൃശൂരിലെ കേക്ക് വിവാദത്തിൽ ഒറ്റപ്പെട്ട് CPI നേതാവ് VS സുനിൽകുമാർ. മേയർ MK വർഗീസിനെതിരെ VS സുനിൽകുമാറിന്റെ പരാമർശം തള്ളി CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് രംഗത്തെത്തി. കേക്ക് സമ്മാനിച്ചത് വ്യക്തിപരമായി കണ്ടാൽ മതിയെന്ന് KK വത്സരാജ് പറയുന്നു. സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കാതെ വന്നതോടെ വിവാദം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് VS സുനിൽകുമാർ നിലപാട് മയപ്പെടുത്തി. സുനിൽകുമാറിൻ്റേത് പക്വതയില്ലാത്ത പരാമർശമെന്ന് K സുരേന്ദ്രൻ വിമർശിച്ചു. അല്ല, നമ്മുടെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ ആശംസകൾ കൈമാറുന്നതും അതുപോലെ തന്നെ മധുരം പങ്കുവയ്ക്കുന്നതും വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം കാണണം എന്നുള്ള അഭിപ്രായമാണുള്ളത്. അതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ CPIയുടെ അഭിപ്രായം. അതുമായി ബന്ധപ്പെട്ട് അതിന് മറുപടി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇന്നലെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനി അതിനെപ്പറ്റി ആരെന്തൊക്കെ പറഞ്ഞാലും അതിന് മറുപടി പറഞ്ഞ് വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞ LDFന്റെ തീരുമാനപ്രകാരമാണല്ലോ അദ്ദേഹം മേയറായിരിക്കും, അതിനൊന്നും യാതൊരു പ്രശ്നമില്ലെന്ന്. അതൊക്കെ അതുപോലെ തുടരും. കറക്റ്റ് മറുപടി മാന്യമായ നിലയിൽ തന്നെ BJP പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിന് വേറെ ഞാൻ അത് വിവാദമാക്കേണ്ട കാര്യമില്ല. സുനിൽകുമാർ നടത്തിയത് അനാവശ്യമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. ഒരു പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണമായിരുന്നില്ല. സുഹൈൽ മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സുഹൈലെ, വലിയ രീതിയിൽ ചർച്ചയായ വിവാദമാണ്. അതിൽ VS സുനിൽകുമാർ ഒറ്റപ്പെടുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? CPIയിൽ നിന്നുള്ള പിന്തുണയില്ല. നേരത്തെ തന്നെ CPM മേയർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതികരണവും നടത്തിയതാണ്. ഈ വിവാദത്തിൽ നിന്ന് തന്നെ പിന്നോട്ട് പോകുന്നുവെന്ന് VS സുനിൽകുമാർ പറയുന്നതോടുകൂടി ആ വിവാദത്തിനൊരു ഫുൾ സ്റ്റോപ്പ് വീഴുമോ സുഹൈൽ? തീർച്ചയായും രജിത്ത്, ക്രിസ്മസ് കഴിഞ്ഞും തുടരുന്ന ക്രിസ്മസ് കേക്ക് വിവാദത്തിൽ ഒടുക്കം ക്ലൈമാക്സ് ആകുന്നു എന്ന് നിസ്സംശയം പറയേണ്ടി വരും. ആരാണോ വിവാദം തുടങ്ങിയത്, ആ വിവാദം തുടങ്ങിയ ആൾ തന്നെ വെടിനിർത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ ഈ തൃശ്ശൂർ മേയറുടെ വീട്ടിലെ കേക്കുമായി പോയതും കേക്ക് മേയർ സ്വീകരിച്ചത് മുതൽ തുടങ്ങിയ വിവാദമാണ്. ഈ കേക്ക് സ്വീകരിച്ചതിൽ ആസൂത്രണമുണ്ടെന്നും മേയർക്ക് ചോറിവിടെയും കൂറവിടെയുമാണെന്ന രൂക്ഷ വിമർശനം ഉയർത്തിയാണ് VS സുനിൽകുമാർ രംഗത്തെത്തിയത്. പക്ഷേ VS സുനിൽകുമാറിന് വേണ്ടത്ര പിന്തുണ സ്വന്തം പാർട്ടിയിൽ നിന്നോ സ്വന്തം മുന്നണിയിൽ നിന്നോ ലഭിച്ചില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. ഇന്നലെ ഈ വിവാദം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ CPIM കൗൺസിലർമാരും CPI കൗൺസിലർമാരും ഒരേ പേരെ മേയറെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി. മേയർ അത്തരത്തിൽ ചായുന്ന ഒരാളല്ലെന്നും ഇടതുപക്ഷത്തോടൊപ്പം എപ്പോഴും ശക്തമായി ചേർന്ന് നിൽക്കുന്ന ആളാണെന്നും CPIയും CPI കൗൺസിലർമാരും തീർത്ത് പറഞ്ഞതോടെ തന്നെ VS സുനിൽകുമാർ വളരെയേറെ ഒറ്റപ്പെട്ടൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയിരുന്നു. പക്ഷേ ആ ഒറ്റപ്പെടലിന് ഒരു പൂർണ്ണത ഉണ്ടായത് ഇന്നത്തോടു കൂടിയാണ്. VS സുനിൽകുമാർ ജില്ലാ നേതൃത്വമെങ്കിലും തന്നെ പിന്തുണക്കുമെന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ ജില്ലാ നേതൃത്വം പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ കേക്ക് സ്വീകരിക്കുന്ന വ്യക്തിപരമായ കാര്യം മാത്രമാണെന്നും അതിൽ രാഷ്ട്രീയം കാണേണ്ടെന്നും മാത്രം പറഞ്ഞു നിർത്തിയില്ല. അതിനൊപ്പം ഇത്തരത്തിലുള്ള പരാമർശം അനാവശ്യമായി എന്ന് തീർത്ത് പറഞ്ഞതോടെ VS സുനിൽകുമാർ അപ്പാടെ ഒറ്റപ്പെട്ട സ്ഥിതിയിലേക്ക് പോയി. അതോടുകൂടി തന്നെ ഈ വിവാദം ഇനി ഓൺ ചെയ്യേണ്ട കാര്യമില്ലെന്ന ബോധ്യം VS സുനിൽകുമാർ തന്നെ ഉണ്ടായെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ പറഞ്ഞതിൽ തിരുത്തില്ലെങ്കിലും പറഞ്ഞത് അതേപടി ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ വിവാദവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പറയുന്നതോടെ ഈ വിവാദത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് VS സുനിൽകുമാർ എന്ന നിസ്സംശയം പറയേണ്ടി വരും. ഈ മേയർ VS സുനിൽകുമാർ വിവാദം അല്ലെങ്കിൽ അവർ തമ്മിലൊരു ഈ ഉലച്ചിലും ഇവർ തമ്മിൽ ഉടക്കും ഈ അടുത്തുണ്ടായതല്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപിയെ മേയർ പ്രശംസിച്ചത് മുതൽ ഇവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ അസ്വാരസ്യങ്ങൾ തുടർച്ചയായി വേണം ഇത്തരത്തിൽ കേക്ക് വിവാദത്തെ നമുക്ക് ഇപ്പോൾ കാണാനുള്ളത്. എന്തായാലും കഴിഞ്ഞ വിവാദങ്ങളെല്ലാം ഈ സുരേഷ് ഗോപിയെ ഈ മേയർ പ്രശംസിച്ച സമയഘട്ടത്തിലൊക്കെ ഇടതു മുന്നണി ഒന്നാകെ മേയർക്കെതിരെ രംഗത്ത് വന്നെങ്കിൽ കേക്ക് വിവാദത്തിൽ അത്തരത്തിലൊരു പിന്തുണ VS സുനിൽകുമാറിന് ഉണ്ടായില്ല. അങ്ങനെ ഒറ്റപ്പെടൽ അങ്ങേയറ്റമായതോടുകൂടി തന്നെ ഈ വിവാദം ആരംഭിച്ച VS സുനിൽകുമാർ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. അതോടെ വിവാദത്തിൽ സുഹൈൽ മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്.